എല്ലാവർക്കും ട്രാവൽ ആൻഡ് മോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് കൗണ്ടി ഡൊണീഗലിലെ ഗ്ലെൻബെയ്ൻ നാഷണൽ പാർക്കിലേക്കാണ്. ഡൊണീഗൽ ടൗണിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറാണ് ഗ്ലെൻബെയ്ൻ നാഷണൽ പാർക്കിലേക്കുള്ള ദൂരം. ഈ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1984 അയർലൻഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് നാഷണൽ പാർക്കാണ് ഗ്ലെൻബെയ്ൻ നാഷണൽ പാർക്ക്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കുറേ നടക്കാനുണ്ട്. ഇവിടെ തന്നെ ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വരുന്ന വഴി മൊത്തം ഡ്രൈ ആയിരുന്നു. പക്ഷേ ജസ്റ്റ് ഇവരുടെ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഒത്തിരി മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിലെയാണ് നമ്മുടെ എൻട്രി. നമ്മൾ പാർക്കിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്കിവിടെ റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ മൊത്തം നടന്ന് കാണുകയോ അല്ലെങ്കിൽ ബസ്സിന് പോവുകയോ ചെയ്യാം. ബസ്സിന് പോകണമെങ്കിൽ ചെറിയൊരു ചാർജ് ഉണ്ട്. ബസ്സിന് പോകേണ്ടവർക്ക് ബസ്സിന് പോവാം. ഇത് ഗ്ലെൻബെയ്ൻ നാഷണൽ പാർക്കിലേക്കുള്ള വിസിറ്റർ സെൻ്ററാണ്. നമുക്കിവിടെ നിന്ന് പാർക്കിലേക്ക് പോകാനായിട്ട് ഷട്ടിൽ ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിസിറ്റർ സെൻറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു ലേക്കൊക്കെ കാണാനുണ്ട്. അതൊരു 2 കിലോമീറ്റർ വാക്കുണ്ട്. ആ ലേക്ക് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മൾ ഷട്ടിൽ ബസ്സിൽ കയറി പാർക്കിൽ പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇതാണ് വിസിറ്റർ സെൻറ്ററിൻ്റെ ഔട്ട് സൈഡാണ്. ഈ നേരെ കാണുന്നത് കഫേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് വിസിറ്റേഴ്സ് സെൻറ്ററിൻ്റെ അകത്ത് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ഫോട്ടോ ഗ്യാലറി ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഫുള്ള് നമുക്കിങ്ങനെ ഫോട്ടോസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ബസ്സിന് കയറാനുള്ള ടിക്കറ്റൊക്കെ മേടിച്ചു. പിന്നെ അവർ നമുക്കൊരു മാപ്പൊക്കെ തന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാനുണ്ട് അങ്ങനെയുള്ളതെല്ലാം നമുക്കിത് നോക്കി പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഷട്ടിൽ ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ലേക്കിൻ്റെ അടുത്തിട്ട് പോവുകയാണ്. ലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഷട്ടിൽ ബസ് കയറി കാസിൽ കാണാനായിട്ട് പോവാം. നല്ല ചൂടൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ തണുത്ത കാറ്റടിക്കുന്ന കാരണം നമുക്ക് ക്ഷീണമൊന്നും പെട്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ബാക്കിൽ കാണുന്നതാണ് ലേക്ക്. വിസിറ്റർ സെൻറ്ററിൽ നിന്നും കാസിലേക്ക് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബസ് സർവീസാണ് യൂസ് ചെയ്തത്. ഹൈക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നടന്നു പോകുവാനായിട്ട് പറ്റിയ സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കാസിലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാസിലിൻ്റെ എൻട്രൻസ് ഇതാണ്. അങ്ങോട്ടേക്ക് കയറുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ചുറ്റി കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങി ആ ബസ്സിൽ തന്നെ കയറി തിരിച്ചു പോകാനായിട്ട് സാധിക്കും. ഗ്ലെൻവേ കാസിൽ വിസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. അഡൽസിനാണെങ്കിൽ €7, സീനിയർ സിറ്റിസണ് €5, അതുപോലെ ഫാമിലിക്കാണെങ്കിൽ €15. 1867 സ്കോട്ടിഷ് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ കാസിൽ പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻട്രൻസിൽ ഒരു LED സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ കാസിലിൻ്റെ ഇൻറ്റീരിയറും മറ്റും കാണാൻ സാധിക്കും. It's up to you. It could take 20 minutes. It could take 40 minutes. It's how long you take yourself. Oh, about 20 minutes. You just walk through and take a turn to the right, and that was the entrance hall there. Okay. Thank you, sir. അങ്ങനെ നമ്മൾ കാസിലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. 2 സൈഡിലും വുഡൻ വാൾസാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ കാസിൽ ഉൾപ്പെടുന്ന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് 16,000 ഹെക്ടർ സ്ഥലത്താണ്.
ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് റെഡ് ഡിയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലും മാൻകൊമ്പുകളൊക്കെയാണ് ഈ കാസലിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ കാണുന്നതാണ് കാസലിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ 2 വശങ്ങളിലായിട്ടും മാനിൻ്റെ രൂപങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാസലിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം. കാസലിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു ലിവിങ് റൂമാണ്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വലിയൊരു ബുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇതിവിടുത്തെ ലൈബ്രറിയാണ്. ഇവിടെ ഒരു വലിയൊരു ഷെൽഫിൽ ഫുള്ള് ബുക്സൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റും. ഫൈനലി നമ്മൾ ഒരു ബെഡ്റൂമിൽ എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു ബെഡ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. രാജകൊട്ടാരങ്ങളിലൊക്കെ കാണുമ്പോഴത്തെ ഉള്ളൊരു ബെഡ് അറേഞ്ച്മെൻ്റാണ് ഇവിടെ. ഇവിടെ ഒരു മിററും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൂമിൻ്റെ ബാത്ത് ടബാണിത്. ബാത്ത് ടബും ടോയ്ലറ്റും വാഷിംഗ് ഏരിയ എല്ലാം കൂടിയിട്ടൊരു റൂമാണ്. ഇത് ബെഡ്റൂമിനേക്കാൾ വലുപ്പമുണ്ട് ഈ വാഷ്റൂമിന്. പുറത്തേക്ക് നോക്കിയാൽ നമ്മൾ ആദ്യം കണ്ട സെയിം ലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ബ്ലൂ റൂം എന്ന് എഴുതിയിട്ടുണ്ട്. എന്ത് ആണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു കിഡ്സ് ബെഡ്റൂം പോലത്തെ ഒരു സെറ്റപ്പാണ് കാണുന്നത്. 2 ചെറിയ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡിനും ഭയങ്കര ഹൈറ്റാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഹൈറ്റിലാണ് ഇത് ഫുൾ ഇരിക്കുന്നത്. ബെഡ്റൂമിലേക്കുള്ള കോറിഡോറിനെ ഇന്ത്യൻ കോറിഡോർ എന്നാണ് പറയുന്നത്. കാരണം ഈ ക്ലോത്ത്സ് ഫുൾ നമ്മുടെ നാട്ടിൽ നിന്നും ഹാൻഡ് പ്രിന്റഡ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ക്ലോത്ത്സ് ആണ്. ഇതാണ് ബാച്ചിലേഴ്സ് കോറിഡോർ. ഇവിടെ 3 ബെഡ്റൂമുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് ഫസ്റ്റത്തെ റൂം ഫ്രഞ്ച് റൂം എന്നാണ് പറയുന്നത്. അതായത് ഫ്രഞ്ച് സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു തീമിൽ നിർമ്മിച്ചിരിക്കുന്ന റൂമുകളാണ് ഇത്. നമ്മുടെ അടുത്ത റൂമിലേക്ക് പോവുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇറ്റാലിയൻ റൂം. അപ്പോൾ ഈ തീം എല്ലാം ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ സ്റ്റൈലിലാണ് ഇത് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇറ്റാലിയൻ റൂം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ വാളൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടടുത്ത് ഇന്ത്യൻ കോറിഡോറിൽ കണ്ടത് സൈഡൊക്കെ ഫുള്ള് ക്ലോത്ത് ആയിരുന്നു. അടുത്തത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബെഡ്റൂമാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന റൂമാണ് ഇത്.
ക്യാസിൽ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇതിന് പുറത്തായിട്ട് തന്നെ നമുക്കൊരു കഫേ കാണാനായിട്ട് പറ്റും. ഈ കഫേയിൽ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇത് കൂടാതെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു ഗാർഡനും ഉണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഗാർഡനിൽ പോയി അവിടെയും നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മേളിൽ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പം നമുക്കിതിൻ്റെ മേളിൽ കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. സ്റ്റെയർസ് ഉണ്ട്. ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഗ്ലെൻവേ നാഷണൽ പാർക്ക് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മൗണ്ട് എറിഗൽ കാണാനാണ്. ഇത് കൗണ്ടി ഡൊണീഗലിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് പോയിൻ്റാണ്. ഇതിന് ഏകദേശം 751 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡൊണീഗലിലെ ടോളസ്റ്റ് പീക്ക് പോയിൻറ്റുമാണിത്. മൗണ്ട് എറിഗലിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നും ഞങ്ങൾ താഴേട്ട് നോക്കിയപ്പോൾ ഒരു പള്ളി കണ്ടു. ഒരു പഴയൊരു പള്ളിയാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ താഴേട്ട് പോവുകയാണ്. നമ്മൾ ഇവിടെ താഴെ എത്തി. ഈ കാണുന്നതാണ് മൗണ്ട് എറിഗൽ. ഭയങ്കര ഹൈറ്റിലുള്ള നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ് ചർച്ച്. ഇതിന് മേൽക്കൂരയൊന്നുമില്ല. 1848 പണി കഴിപ്പിച്ച ഒരു മെമ്മോറിയൽ ചർച്ചാണ് ഈ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.